ഇതാണ് നമ്മുടെ മുസംബി കാഴ്ച വെക്കുന്നത്. സ്വീറ്റ് മുസംബിയാണത്. മുസംബിക്ക് കുറച്ച് സീസണാണ്, എന്നാലും മിക്കവാറും ഉണ്ടാവും. കുറച്ച് സമയത്ത് അത്ര ഇല്ലാതിരിക്കും. ഇതും കവറിലാണ്ടാ. ഇത് എന്താ ചേട്ടാ? ഓറഞ്ച് അല്ലേ? ഓറഞ്ചാണ്. എന്ത് ഓറഞ്ച്? അത് സാധാരണ സ്വീറ്റ് ഓറഞ്ച്, വലുപ്പം വരുന്ന ഓറഞ്ചാണ്. നീരുള്ളതാണല്ലോ. നീരുള്ളത് എല്ലാം അതിന്റെ കായാണ്. ഇത് അർക്കാക്കിരൺ എന്ന് പറയുന്ന പേരൊക്കെയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് ഉള്ളു നല്ല ചുവന്ന കളറും നല്ല മധുരവും ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഏറ്റവും അങ്ങനത്തെ ഒരു വെറൈറ്റി തന്നെയാണ്. ചിലപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി. ഇല്ല, ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അത് പോരാൻ പാകത്തിനിരിക്കുകയായിരുന്നു നെറ്റി. കുറച്ചുകൂടെ കളർ കിട്ടും. ഒന്നുകൂടെ പഴുക്കാനുണ്ട്. ഈ ഒരു കവറിലാണ് ഒത്തിരി ഉണ്ട് മുറിക്കാനായിട്ട്. പേരകൾ ഇതുണ്ടോ ഇവിടെയൊക്കെ കാഴ്ചയെടുക്കണുണ്ട്. ഈ പേര് പറഞ്ഞോട് വേണമെങ്കിൽ മുറിക്കാൻ പറ്റിയതുണ്ട്. നല്ല സ്മെല്ലാണ്. ഇത് നമ്മുടെ ജബോട്ടിക്കയുടെ എസ്കാർലെറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്വീറ്റ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഇത്തിരി പഴുപ്പ് കുറഞ്ഞാലും നല്ല മധുരം ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കായ്ക്കും. ഇപ്പോൾ ഈ പഴം ഇത്ര സൈസായെങ്കിലും ഇവിടെ നോക്കിയാൽ കാണാം ചെറിയ കായകൾ ധാരാളം ഉണ്ട്, പൂ വരുന്നുണ്ട്. അങ്ങനെ ഏത് സമയത്ത് എപ്പോഴും കായ ഉണ്ടാവാനൊരു നല്ല വെറൈറ്റിയാണ്. ഇപ്പോൾ ചെറിയ ചട്ടിയിലാണ് നിൽക്കണേ, നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സൈസാണിത്. ഇത് കട്ടിങ് എടുക്കും ഇതിൽ നമ്മള്. ഇതിന്റെ കട്ടിങ് കൊണ്ട് തന്നെയാണ് നമ്മൾ തൈ ഉണ്ടാക്കി എടുക്കുന്നത്. ഇത് സീഡല്ല, ലെയറാണ്. ഈ തൈ ഉണ്ടാക്കണ ലെയറാണ്. ഇതിന്റെ കട്ടിങ് എടുത്ത് തൈ ഉണ്ടാക്കി എടുക്കും വീണ്ടും. ഇത് സ്റ്റാർ ഫ്രൂട്ടിന്റെ B17 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സാധാരണ സ്റ്റാർ ഫ്രൂട്ടുകൾക്ക് അത്ര മധുരം ഉണ്ടാവില്ലെങ്കിലും ഈ വെറൈറ്റിക്ക് നല്ല മധുരം ഉണ്ടാകും, നല്ല വലുപ്പം വയ്ക്കും. ഇത് ഏറ്റവും പഴുക്കണ സൈസ് വരുമ്പോഴത്തേക്കും ഇതൊരു 450-500 ഗ്രാമോളം വേണമെങ്കിൽ വലുപ്പം വയ്ക്കും. ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കവറിലാണ് നിൽക്കണേ. നോക്കിയാൽ കാണാം, കണ്ടോ? ഇത് ശരിക്കും ഒരു 3-3.5 വർഷം 4 വർഷത്തോളം പഴക്കത്തിയ ചെടിയാണിത്. ഇങ്ങനത്തെ ചെടികളുണ്ട് നമുക്ക് ധാരാളം കൊടുക്കാൻ. ഇനി അതല്ല അതിൻ്റെ ചെറിയ ചെടികൾ, തൈകൾ വേണമെങ്കിൽ അങ്ങനെ എല്ലാം കായ്ച്ച ഇങ്ങനെ ഓരോ കായെങ്കിലും ഉള്ള ചെടി നമുക്ക് കൊടുക്കാൻ കിട്ടും. ഇതിപ്പോൾ നമ്മുടെ കാലാപ്പാടി സപ്പോർട്ടാണ് കേട്ടോ. ക്രിക്കറ്റ് ബോൾ ഷേപ്പ് വരുന്നത് നിറച്ച് കായ്ച്ചെടുക്കുന്നുണ്ട്. നല്ല വലിപ്പം വരും. നല്ല വലിപ്പത്തിലേക്ക് വരും. ക്രിക്കറ്റ് ബോളിന്റെ അതേ വലിപ്പം കിട്ടും. ഇതൊക്കെ ചെറിയ ചെറിയ കായകളാണ് ഇപ്പൊ നിലവിലുള്ളത്. ഒന്നും മൂത്തിട്ടില്ല. എല്ലാ സൈസിലും ഉണ്ട്. അതായത് എപ്പോഴും കായ ഉണ്ടാവുമല്ലോ. ഇതിന്റെ പ്രത്യേകത അതാണല്ലോ. ഇത് വന്നിട്ട് സാധനം കാരക്കയാണ്. നിങ്ങൾ കാരക്കാന്ന് കേൾക്കുമ്പോൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വീറ്റ് കാരക്കയാണ്. നമ്മൾ സാധാരണ കാരക്ക കഴിക്കുന്നതിന് ഒന്നുകിൽ ഒരു ഇത്തിരി പുളിപ്പും കയ്പും കൂടെ ചേർന്നൊരു ഇതായിരിക്കും, അല്ലെങ്കിൽ പുളിപ്പ് മാത്രമായിരിക്കും. ഇത് ഫ്ലഷ് ഉള്ള സ്വീറ്റ് കാരക്കയാണ്. നല്ല വെറൈറ്റിയാണിത്. നമസ്കാരം കേട്ടോ. ഞാനേ നെടുമ്പാശ്ശേരിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അത്താണിയിൽ. ഇതുണ്ടോ, ഇത് മറ്റേ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ നല്ല മധുരമുള്ളത്. നോക്കി ഇതിൻ്റെ അകത്ത് നിറയെ കായാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് ഈ ഒരു ഗാർഡൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് മൊത്തം ഇങ്ങനെ നടന്ന് കാണാൻ ഏകദേശം ഒരു 2-3 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ തൈക്കളും മാവ് പ്ലാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എവിടെ കിട്ടുന്നേക്കാളും വില കുറവാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കും. സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാം. സ്പെഷ്യൽ ഡിസ്കൗണ്ട് പിന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൊറിയർ ആയിട്ടില്ല, പക്ഷെ കൂടുതൽ പ്ലാൻ ഉണ്ടെങ്കിൽ അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ട് നീങ്ങും വേണ്ട. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിൽ നിന്ന് അങ്ങോട്ട് വന്ന് അത്താണി ക്ലോസ് ചെയ്ത് നേരെ വരുമ്പോൾ ഒരു 500 മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഈ നഴ്സറി വരുന്നത്. കേരള കിസാൻ കേന്ദ്ര നഴ്സറിയുടെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോള് കാണാം കേട്ടോ. വയലിപ്പറമ്പിൽ മോർ ഗ്രിഗോറിയോസ് ഹോള്. അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ നഴ്സറി. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഈ ബൊഗൈൻവില്ലകളൊക്കെ കാണാം. മൾട്ടി ബൊഗൈൻവില്ല ഉണ്ടാവും ഒരു ചെടിമ തന്നെ പല കളർ അല്ലേ. ഇത് അത്യാവശ്യം വില വരില്ല. കളർ ഇച്ചിരി കൂടുതലായിരിക്കും. അതേ റെഡ് യെല്ലോ കളറുകൾ. പിന്നെ നാംഡോഗ്മയാണ് കായായിട്ട് കായ കിടക്കണുണ്ടോ? ആമുണ്ട് കായ. അതെ 2 കായ എടുക്കുന്നുണ്ട്. ഓൾ സീസണാണ്. ഇപ്പോൾ കായ തീർന്ന സമയമാണ് എന്നിട്ട് കിടക്കണയാണ്. നാംഡോഗ്മായി ഗോൾഡ് ആണ്. ഇതിന്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രമ്മിലാണ് വെച്ചത്. ഇത് കൊടുക്കാനുള്ളതാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേരെങ്ങനെ ചേട്ടാ? ഞാൻ ജയകുമാർ. ഞങ്ങൾ കേരള കിസാൻ കേന്ദ്ര 22 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഫ്രൂട്ട് പ്ലാന്റുകൾ, ഇൻഡോർ പ്ലാന്റുകൾ, ഔട്ട്ഡോർ പ്ലാന്റുകൾ, പേൾ ഗ്രാസ് എല്ലാം ഹോൾസെയിൽ ഉണ്ടല്ലേ? ഹോൾസെയിലാണ്, റീറ്റെയിലും ഉണ്ട്. ഇതേതാ ഈ തൈ ഇരിക്കുന്നത്? ഇത് തെങ്ങിൻ തൈ D&T വെറൈറ്റിയാണ്. അത് ശരി. എല്ലാം നമ്മൾ മാർക്ക് ചെയ്തെല്ലാം ചെയ്തിട്ടായിരിക്കും വെച്ചേക്കണേ. ഇത് എത്ര കൊല്ലം എടുക്കും കായ്ക്കാൻ? ഇത് കായ്ക്കാനായിട്ട് ഇനി 2 വർഷം മതി. അതല്ലേ? 3 വർഷമാണ് D&Tയുടെ സമയം. ഒരു വർഷം നമ്മൾ ആയതാണ്. അപ്പൊ ഇനി ഇത് 2 വർഷം കൊണ്ട് കായ്ക്കും. ശരിക്കും കൊമേഴ്സ്യലായിട്ട് D&T ആണ് ചെയ്യണത്. D&T ഏറ്റവും നല്ല വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവാൻ പറ്റിയതും കുത്തുകേടൊക്കെ കുറവുള്ള D&T ആണ്. ശരി. അപ്പൊ അതിന്റെ ഇഷ്ടംപോലെ പ്ലാൻസ് ഉണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തം D&T, ഗംഗാബോണ്ടം, കേരഗംഗ, അങ്ങനെ എല്ലാ വെറൈറ്റിയും സ്റ്റോക്ക് ഉണ്ട്. ഇതുണ്ടോ, ഇത് വലിയ കുറെ കൊല്ലങ്ങൾ എത്തിയ പ്ലാന്റ് പ്രൂൺ ചെയ്ത് വെച്ചേക്കണ അല്ലേ? പ്രൂൺ ചെയ്ത് കായ്ക്കാൻ. എന്തൊക്കെ പ്ലാൻസ് ഉണ്ട് ഇതില്?
ഇപ്പൊ നിലവിൽ കാണുന്നത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കാണുന്ന അമർപാലി എന്ന് പറയുന്ന മാവാണ്. അത് നിറയെ കായ്ക്കും. ഇപ്പൊ ഈ സീസൺ അങ്ങോട്ട് വരുന്നുള്ളൂ, അപ്പൊ കായ്ച്ചു വെക്കും. ഈ കാണുന്നതെല്ലാം മാവുകളാണ്. ഇത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഷോക്ക് വേണ്ടി കൊടുക്കാനുള്ള കുഴപ്പമില്ല. നമുക്കൊരു 1500 രൂപ 2000 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് അതെല്ലാം. ഈ കാണുന്നത് ഗ്യാബ് എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇതൊരു ഫ്രൂട്ടിലേക്കാൾ ഉപരി നമുക്കിപ്പോൾ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ നല്ലൊരു തണൽ മരമായിട്ട് വെക്കുകയും ചെയ്യാം, നല്ലൊരു ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം. നമ്മുടെ നാട്ടിൽ വളരെ റയർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. മരവും നല്ല ഭംഗിയുള്ള ഒരു മരമാണ്. സ്റ്റെപ്പായിട്ട് വളർന്ന് നല്ല ഭംഗിയുള്ള ഒരു മരമായിട്ട് പറഞ്ഞതാണ്. അതിന്റെ നേരെ തൊട്ടടുത്ത് നിൽക്കണതാണ് മൂട്ടിപ്പഴം. ഗോൾഡൻ മൂട്ടി എന്ന് പറയുന്നതാണ്. രണ്ടാമത് നിൽക്കുന്ന ഇതാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരു 3-4 കൊല്ലം പഴക്കമുള്ള മരങ്ങളല്ലേ? ഇത് ലക്കോട്ട് എന്ന് പറയുന്ന സാധനം. ഫ്രൂട്ടല്ലേ? ലോട്ട് കോൺ. മൂട്ടിയുടെ തന്നെ വെറൈറ്റി പെടുന്ന വേറൊരു പ്ലാന്റ് ആണ് ലോട്ട് കോൺ. ഇത് നമ്മളെ കറുകലല്ലേ? അത് തേജപ്പത്താണ്. നമ്മൾ ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന തേജപ്പത്ത പോലെ തന്നെ ഇരിക്കും. തേജപ്പത്താണ്. ഈ മാവിന്റെ ഒക്കെ വണ്ണം ഇത് ശരിക്കും നിങ്ങൾ വെട്ടി കൊടുക്കണ്ടല്ലേ? പ്രൂൺ ചെയ്ത് നിർത്തിയാണ്. ഇപ്പൊ അത് പൂത്തു തുടങ്ങി. ഇത് ഏതാ മാവ്? ലങ്കാര എന്ന് പറയുന്ന മാവാണ്. ലങ്കാര പാകിസ്ഥാന്റെ ഞാവലല്ലേ? ഞാവലും എല്ലാം നല്ല സൈസാക്കി നിർത്തിയാണ്. ഇതങ്ങ് നേരെ കൊണ്ടുവന്ന് വെച്ചാൽ മതി അല്ലേ? ഇത് കായ്ച്ചോണ്ടിരിക്കണ മരമാണ്. നിറയെ കായ്ക്കും. ഇതാണ് മറ്റേ സ്ട്രോബെറി പേര അല്ലേ? സ്ട്രോബെറി പേര. ഇത് യെല്ലോ ആണത്? അല്ല, സ്ട്രോബെറി പേര റെഡ് ആണത്. നല്ല വലിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അതുണ്ട് ആ സൈഡിലൊക്കെ വലിയ പ്ലാന്റ്സ് ആണ്. ഇപ്പൊ അധികം താമസിക്കണ്ട, പെട്ടെന്ന് കായ്ച്ചോളും അല്ലേ? റംബൂട്ടാൻ തന്നെയാണെങ്കിലും ഇതെല്ലാം കായ്ച്ച പ്ലാന്റുകൾ തന്നെ. ഇപ്പൊ ഒരു ഇതിനൊക്കെ എത്ര വില വരുന്നുണ്ട്? 1500 രൂപ. അത് റീറ്റെയിൽ പ്രൈസ് ആണ്. ഹോൾസെയിൽ ആകുമ്പോ പിന്നെ കുറയൂടെ ഡിസ്കൗണ്ട് കിട്ടും. ഇത് നമ്മുടെ കാലാപ്പാടി സപ്പോട്ട എന്ന് പറയുന്ന സാധനമാണ്. നല്ല വലിപ്പമാണ്. ഇത് വലിപ്പം വെക്കണേ ഉള്ളൂ, ഏറ്റവും ചെറുതായിപ്പോ ഉണ്ടായി തുടങ്ങിയ സൈസാണ് ഈ കാണുന്നത്. ഇതിന്റെ വലിയ ഫ്രൂട്ട് തന്നെ കാണും. ഇതിന്റെ ചെറിയ തൈക്കളില്ലേ? ചെറുതുണ്ട്, ചെറുതാകെ 100 രൂപ വിലക്ക്. ഇപ്പൊ ഇതാണെങ്കിൽ ഈ തൈ ആണെങ്കിൽ എന്ത് വില വരും? ഒരു 3000 രൂപ വരും. പിന്നെ അത് പ്രത്യേകിച്ച് വളം നേരാണ്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ. ഇതിന്റെ അകത്ത് സ്റ്റാർ ഫ്രൂട്ട് നോക്കി. ഇത് മറ്റേ മധുരല്ലേ? സ്വീറ്റ് കാരമ്പോള B17 അല്ലേ? നിറയെ ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ്. നല്ല മധുരം ഉണ്ട് സാധനം. ഇത് നല്ല കടവണ്ണുള്ള ചെടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മെയിൻ്റനൻസ് വേണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാം അല്ലേ? ഇവിടെയൊക്കെ മുഴുവൻ വലിയ ടൈപ്പ് സപ്പോർട്ടുകളാണ്. അതായത് മിലിറ്ററി സപ്പോർട്ടാ, മിലിറ്ററി സപ്പോർട്ട അല്ലെങ്കിൽ വെരിഗേറ്റഡ് സപ്പോർട്ട എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇത് അബിയു, അബിയുവിൻ്റെ കാടാണല്ലേ? അബിയു, പിന്നെ അതേ കശുമാവ്. അബിയുവിൻ്റെ ഒക്കെ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ തൈക്കളല്ലേ? 1-1.5 കൊല്ലം. അതെ, കാഴ്ച തൈക്കളല്ലേ? നല്ല ഗ്രോത്ത് ഉള്ള തൈക്കളാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ചെറിയ തൈക്കളുണ്ട് കേട്ടോ ഇവിടെ, വലുത് മാത്രമല്ല. നല്ല കടവണ്ണം കണ്ട. ഏകദേശം ഒരു 7 അടി 7.5 അടി 8 അടിയൊക്കെ ഹൈറ്റുള്ള തൈക്കളത് അല്ലേ? ഇതെന്ത് വിലയുണ്ട് ഈ പ്ലാൻ? 1500 അല്ലേ? ഇത് അബിയുവിന്റെ ഏത് വെറൈറ്റി ആണ്? ജൈന്റ് ആണത്? ഓ അത് ശരി. ഇവിടെയൊക്കെ സപ്പോർട്ട തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ ഈ ബനാനയാണെന്ന് തോന്നുന്നു അല്ലേ? ലോങ് സപ്പോർട്ടാണ്. ബനാന അല്ല, ലോങ് സപ്പോർട്ടാണ്. ആ ശരി. ഇത് നിറയെ കായ്ക്കളുണ്ട്. വേണ്ട, ഈ സൈഡ് മൊത്തം വലിയ പ്ലാന്റ്സ് ആണ്. ഇനി അവിടെ കുറച്ച് ഇത് കണ്ടല്ലോ ചേട്ടാ, പുല്ല് നിങ്ങൾ ഗ്രാസ് സെറ്റ് ചെയ്ത് കൊടുക്കണം? എല്ലാ ടൈപ്പ് ഗ്രാസും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് എന്താ റംബുട്ടാനോ? റംബുട്ടാൻ്റെ കുറച്ച് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്? N18 ഉണ്ട്, E35 ഉണ്ട്, സ്കൂൾ ബോയ്, ബനാന, എല്ലാ ടൈപ്പും ഉണ്ട്. ഇതെന്താ ഈ മരം? മാവാണോ? അൽഫോൻസ മാവാണ്. നല്ല ഹൈറ്റുള്ള ഏരിയയാണല്ലോ. ഇതേതാ പ്ലാവ്? അത് ഫ്രീ ജാക്കാണ്. കുരുല്ലാത്ത. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും അത്? നമ്മുടെ നാട്ടിൽ അത്രത്തോളം സക്സസ് എന്ന് പറയാൻ പറ്റില്ല. 3 വർഷം മിനിമം പിടിക്കും കായ്ക്കാൻ അല്ലേ? ഇത് വിയറ്റ്നാമോ? അത് വിയറ്റ്നാമിന്റെ ബഡ് എടുക്കുന്ന പ്ലാവുകളാണ് അത്. അതെ, നമ്മൾ ഇവിടുന്ന് തന്നെ കുറെ പ്ലാവ് ചെയ്യുന്നുണ്ടല്ലേ? ഇതൊക്കെ എന്ത് വില വരുന്നുണ്ട് ഈ തൈക്കള്? 300 രൂപ. അതെ, ഒരു ഏകദേശം ഒരു 3 അടി 3.5 അടിയൊക്കെ ഉണ്ടല്ലേ? ആ മാവ് വെക്കണ ചന്ദ്രക്കാരനാണ്. ഇതില്ലേ? ഇതൊക്കെ കാഴ്ച പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതൊരു ഡ്രമ്മിലാണ് ഹാഫ് കട്ട് ചെയ്ത ഡ്രമ്മിലാണ്. ഇതൊക്കെ പ്ലാവ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോണേലും ഇവിടെ കുറെ മാവുകളുണ്ട്. ഇവിടെ പേൾ ഗ്രാസ് ഉണ്ട് കേട്ടോ. പേൾ ഗ്രാസ് എങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ വീട്ടിൽ? വീട്ടിലൊന്നും ചെയ്ത് കൊടുക്കണം. സ്ക്വയർ ഫീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കുന്ന കൂടാതെ നമ്മൾ ഇവിടുന്ന് ഹോൾസെയിൽ ആയിട്ട് റേറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഷീറ്റ് ആയിട്ട് മറിച്ച് കൊടുക്കും. 4 സ്ക്വയർ ഫീറ്റിന്റെ ഷീറ്റുകളാണ് ഇത് വരുന്നത്.
ഓ അത് ശരി അത് ശരി. വെറുതെ കൊണ്ട് ഇട്ടാൽ മതി അല്ലേ? നേരെ കൊണ്ടുപോയി പതിച്ചാൽ മതി. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കേണ്ട. അതായത് ഇത് നമ്മൾ നേരെ കൊണ്ട് ഇടുമ്പോൾ അതിന് അടിവളമായിട്ട് എന്തെങ്കിലും കൊടുക്കണോ, അല്ല വെറുതെ കൽപ്പൊടി? ചാണകപ്പൊടി ഒഴികെ ബാക്കി എന്ത് വളങ്ങളും കൊടുക്കാം. അതെ, ചാണകപ്പൊടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്ന് വീട് മുളച്ചു വന്നോണ്ടിരിക്കും. അതാണ് ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധം. ആൾക്കാർ ചാണകപ്പൊടി ഇട്ടിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മെയിൻ്റെനൻസ് ഇല്ലല്ലോ ഈ സാധനം? ഏറ്റവും കുറവുള്ളത് പെൽഗ്രാസിനാണ്. പുല്ലും ഇടയിൽ വളയ്ക്കാനുള്ള സാധ്യത കുറവാണ്. ഇത് നല്ല തിക്ക് ഗ്രോത്ത് ആണല്ലോ, അപ്പൊ പിന്നെ വേറെ പുല്ലുകൾക്ക് പണ്ടുണ്ടായിരുന്ന ഗ്രാസ് ആണ് അത്. ഇത് മറ്റേ ഇതിന്റെ പേരെന്താ? കൊറിയൻ ഗ്രാസ്. ഇതിന്റെ 2 ടൈപ്പ് ഉണ്ടോ? 2 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഇത് അധികം മൂവ്മെന്റ് ഇല്ല, വളരെ കുറവാണെന്ന് പറയാൻ വേണ്ടി. പേൽ ഗ്രാസിന് ഇപ്പൊ കൂടുതൽ ആൾക്കാർ. പിന്നെ ഇതൊക്കെ നമ്മളെ ഫാം വീടുകളിൽ ഈ ഓർണമെന്റൽ ആയിട്ട് വെക്കുന്നത് ബറാബ ഉണ്ട്. ബറാബ ചെറിയ തൈക്കളല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. 100 രൂപയേ ഉള്ളൂ. ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ട്. ആവശ്യത്തിന് ഫ്രൂട്ട് എടുക്കാവുന്നതാണ്. നല്ലോണം പഴുത്തത്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. ഇതൊക്കെ എന്താ? ഇത് മറ്റേ സാന്തോള് അല്ലേ? സാന്തോള്, സ്വീറ്റ് സാന്തോള്. ഏതൊക്കെ മാവുകളുള്ളത്? എല്ലാ വെറൈറ്റി ഉണ്ട്. മിക്സ് വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇത് മുഴുവൻ. എല്ലാം ഇതാണല്ലേ? ബഡാണല്ലേ? അല്ല ഹൈറ്റുള്ള മരങ്ങളൊക്കെ. മൽഗോവ കുറേ ഉണ്ട്. ഇത് ഇവിടെ നിന്നൊരു നേരെ ഒരു മാവുകൾ. ഇത് കുറേ മാവുകൾ ഉണ്ടല്ലോ അല്ലേ? നേരെ ഡ്രമ്മിലാക്കി വെച്ചു. നാറായതുണ്ടോ? അറ്റം വരെ മാവുകളത്. ഒരുവിധമൊക്കെ പൂത്തു തുടങ്ങിയില്ല. അതാണ്. ഇപ്പോൾ ഡിസംബർ ആകുമ്പോൾ ഇതിൽ കുളമ്പുണ്ട്, കാലാപടി ഉണ്ട്, ചന്ദ്രക്കാരനുണ്ട്, കല്ലുകെട്ടി ഉണ്ട്, നാംഡോക്കിമായി ഉണ്ട്, ഗോലക്ക്. ഗോലക്ക് നല്ല മാവാ. ഏതാ നിൽക്കണം അല്ലേ? ഓ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? ശരിക്കും ഈ നഴ്സറിയുടെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഞാനിപ്പോൾ കൂടുതൽ ചെടികളിലൂടെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയാണ്. 2 മാവ് കാണാം 2 ഡ്രമ്മിൽ. എത്ര പഴക്കണ്ട് ചേട്ടാ ആ മാവ്? 2 വർഷം കഴിഞ്ഞാണ്. കായ്ക്കണ മാവണെന്നോ അല്ലേ? നമ്മൾ പ്രൂൺ ചെയ്ത് ഹൈറ്റ് കട്ട് ചെയ്ത് നിർത്തിയേക്കാണ് അതൊക്കെ. അതുപോലെ ഇത് കട്ട് ചെയ്യാനുള്ളത്. ഇനി എങ്ങനെ പോകണം? ഇങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ? ഓക്കെ. ആമ്പല് താമരയുടെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നല്ല കാര്യമായിട്ട് ഒരു ചെയ്യണത് ഫ്രൂട്ട്സ് പ്ലാന്റും ഇൻഡോർ പ്ലാന്റൊക്കെയാണ്. അതെ, ഇതാണ് ആപ്പിൾ. ജബോട്ടിക്ക. അവിടെ ഏത് വെറൈറ്റി? ഇത് സാധാരണ വെറൈറ്റിയാണ്. എസ്കാർലറ്റ് അല്ല, റെഡ് ഹൈബ്രിഡ് ആയിരിക്കും. റെഡ് ഹൈബ്രിഡ് അല്ല, ഇത് റിക്കോഷ്യ. കായ്ച്ചാണോ? കായ്ക്കുന്ന പ്ലാന്റ് കായ്ച്ചതല്ല. ഇത് പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റി അല്ല. കായ്ക്കുന്ന വെറൈറ്റി കായ്ച്ചത് നമുക്ക് അപ്പുറത്ത് കാണാം. ഇതാണ് നമ്മളെ ആപ്പിൾ. ഇത് ഏതാണ്? അന്ന. ഇത് ശരിക്കും കായ്ച്ചല്ലേ ഇവിടെ? ഇവിടെ കായ്ച്ചതാണ്. ഇപ്പൊ ഈ മഴക്കാലത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പൂവ് നിങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കി? ആപ്പിൾ കഴിക്കാൻ കിട്ടിയില്ല. ഇല്ല. മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ? അതെ, മിറാക്കിള്. സ്ട്രോബെറി പേര, ലോബി. ഇത് വലിയ മാവുകൾ. ഇതൊക്കെ എന്താ മാവുകൾ? ഗോലക്ക് ശരിക്കും ബംഗ്ലാദേശിനാണോ? നല്ല മാങ്ങയാണല്ലേ? നല്ല മാങ്ങയാണ്. ചന്ദ്രക്കാരനാണ്. ഇതൊക്കെ എന്ത് വിലയുണ്ട് ഈ മാവുകൾ? 1200 രൂപ. 1200. ഇതോ? ഇത് മൽഗോവ. മൽഗോവയാണ് ഈ കളറിൽ ഇങ്ങനെ ഇല കളറായിട്ട് വരണം അല്ലേ? ഇതിൽ മിക്സ് ഉണ്ടെന്നോ? എല്ലാണ്ടോ? അത് എല്ലാത്തിനും നമ്മൾ മാർക്ക് ചെയ്തേക്കാണ്. ചന്ദ്രക്കാരന് CH എന്ന് കൊടുത്തിട്ടുണ്ട്. ഗോലക്കൊക്കെ ഗോലക്ക് തന്നെ എഴുതിയേക്കാണ്. ശരി. കോമൺ മാവുകൾക്ക് നമ്മൾ ആ ഒരു മാർക്കിംഗ് മാത്രം കൊടുത്തേക്കാണ്. ശരി. എല്ലാത്തിനും മാർക്ക് തന്നെയാണ്. ഇതേതാ? നിറയെ പൂക്കളുണ്ടല്ലോ. ഇത് വെറൈറ്റി ബസ്റയാണ്. ബസ്റ അങ്ങനെ ബാരാമസി എന്ന് പറയുന്നത്. ബാരാമസി. ഇത് നീലം. നീലമാണ്. ഇത് കാലപ്പടി. ഇത് കാലപ്പടി അല്ലേ? നല്ല മാങ്ങേണ്ടത്. ബെസ്റ്റ് മാങ്ങേണ്ടത്. തൊലിക്കിത്തിരി കട്ടിയാണെന്നുള്ളൂ. ഒരു മാവുകളൊക്കെ പൂത്തിട്ടാ. ഇതെല്ലാം നിൽക്കണ നോക്കി ഒരു കവറുകളിലാണ് നിൽക്കണത്. ജംബോ കവറല്ലേ? ഡ്രമ്മില്ലെങ്കിൽ ഈ കവറിൽ വെച്ചാൽ മതിട്ടാ അല്ലേ? ഞങ്ങോട്ട് പോകുമ്പോൾ കുറേ ഗാർഡൻ പ്ലാന്റ്സ് ഉണ്ട്. തൈക്കളുണ്ടല്ലോ. ആ തൈക്കൾ ഗംഗാമോണ്ടുണ്ട്, മലേഷ്യൻ കൊള്ളനുണ്ട്. അത് ശരി. ഇത് അരേലിയല്ലേ? ഇത് ഇപ്പൊ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാണ്. കരിക്കിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വെറൈറ്റി എന്താ? രാമഗംഗ. ശരി. ഉമാപതി ഫാംസ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. അത് എവിടത്തെയാണ്? അത് തമിഴ്നാട്ടിലെ ഉമാപതി ഫാംസിന്റെ ആണ്. കരിക്ക് മാത്രം. അതെ, അത് ഹൈബ്രിഡ് ആണ്. അവർ ബ്രീഡ് ചെയ്തിടണം തെങ്ങാണ്. എത്ര നാളുകൊണ്ട് കായ്ക്കുന്നത്? 2.5 വർഷം മതി കായ്ക്കും. എന്താ വില? ഇതിന് 700 രൂപയാണ് വില വരുന്നത്. ഏറ്റവും കൂടിയ വെറൈറ്റി ഇവിടെ ഉള്ളതിൽ. ശരി. ഇതൊക്കെ ഹോൾസെയിലുണ്ട് കേട്ടോ. ഇതിന് വേറൊരു ഫാം ഉണ്ട് വരാം. ഞാനിപ്പോൾ ഇവരൊരു റോഡ് സൈഡിലുള്ള ഒരു ഫാം എടുത്തുന്നുള്ളൂ. അതൊക്കെ എന്താ വലിയ സൈക്കിള്? അത്
ആ ഇതാ കാണുന്നത് മട്ടോവയാണ് ലീഫിന് കളർ കാണുന്നത്. പിന്നെ ഇതില് മറ്റേ പ്ലമ്മുകളുണ്ട്, പല ചാമ്പകളുടെ വെറൈറ്റി ഉണ്ട്. പച്ചക്കറി ഉണ്ടല്ലേ കുറച്ച്, വഴുതനങ്ങ ആയിട്ട്. ഇത് ധാരാളം റെഡ് പാം ഉണ്ടല്ലേ? ഫുൾ സൈസ് ഉണ്ട്. ശരി ശരി. ഇവിടെ നിറച്ച് കിളിഞ്ഞാവല് കാഴ്ചയെടുക്കുന്നുണ്ട്. കിളികളെ കൊണ്ട് നിറയെ കിളികളാണ് ഇത്. ഇത് കിളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണെന്ന് പറയണം, പക്ഷെ ഇത് നല്ല പഴുത്ത് കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ട്. ജാമൽപ്പഴത്തിന്റെ ടേസ്റ്റ്. അതുപോലെ തന്നെയാണ് സ്ട്രോബെറി പേരാണ് ഈ കാഴ്ചക്കുന്നത്. സ്ട്രോബെറി പേരുടെ ഏതത്? മഞ്ഞത് അല്ല, റെഡാണ്. മഞ്ഞ നമുക്ക് ബാക്കിലുണ്ട്, അവിടെ എടുക്കാം. ഇതെല്ലാം മാവുകൾ കേട്ടോ. ഒരുവിധം ഒരു 10-40 വെറൈറ്റി ഉണ്ടല്ലേ ഇതിനകത്ത്? 40 അല്ല, 70 വെറൈറ്റി ഉണ്ട്. നമുക്ക് തിരിഞ്ഞെടുക്കാം 70 വെറൈറ്റി. ഇതൊക്കെ ഡേരിയ മുഴുവൻ മാവുകളാണ്. ഇതൊക്കെ ഈ മാവുകള ചെറിയതായിക്കോട്ടെ. ഇത് കോട്ടർക്കോണാണ്, ബഡാണല്ലേ? ബഡാണ്. ഇത് കോട്ടർക്കോണം. ഇത് ഈ പറഞ്ഞ കാലാപ്പാടിയുടെ ചെറിയ തൈയാണ്. ശരി. വില വളരെ കുറവാണ്. 100 രൂപയുടെ താഴെ വരുള്ളൂ. 150 രൂപ റേഞ്ച് വരുള്ളൂ. 150 രൂപയൊക്കെ വരുള്ളൂ അല്ലേ? ഹോൾസെയിൽ ആണെങ്കിൽ പിന്നെ കുറയൂല്ലേ? പിന്നെ ഹോൾസെയിൽ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ എപ്പോഴും എടുക്കാണ്ടാവും അല്ലേ? ആഴ്ച തൈകൾ വരെ ഉണ്ട്. മൂവാണ്ട മാവ് ഇതൊക്കെ നിസ്സാര വില ഉണ്ടാവുള്ളൂ അല്ലേ? കോട്ടർക്കോണത്തിന്റെ തൊട്ടടുത്ത സൈസ്. ഫസ്റ്റ് നമ്മൾ കണ്ടതിന്റെ തൊട്ട് വലുത്, കാലപ്പാടിയുടെ തൊട്ട് വലുത്. നമുക്ക് അതുപോലെ തന്നെ ഗോർമതി, അങ്ങനെ 4 kg എല്ലാം, നൂർജഹാൻ, എല്ലാ വെറൈറ്റി മാവുകളും ഉണ്ട്. ഒരാൾ പൊക്കമുള്ള മാവിനൊക്കെ ഒരു 400 രൂപയൊക്കെ വില വരുള്ളൂ. നിങ്ങളെല്ലാം പൊക്കേണ്ടത്. അതെ. ഇതേതാ ഈ പൂത്തുക്കണത്? പൂത്തുക്കണം ഇത് തന്നെയാണ്, കോട്ടർക്കോണം തന്നെയാണ്. കോട്ടർക്കോണം ഇപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് പൂത്ത് കായ്ക്കുന്നത്. കോട്ടർക്കോണം കാലപ്പാടിയാണ് ഈ സമയത്ത് നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ കവറുകളിലാണ്. അപ്പോൾ ഈ കവർ പൊളിച്ചിട്ടാണ്ട് വെച്ചു കൊടുത്താൽ മതി കൊണ്ടുപോയിട്ട്.